സെൻട്രൽ ജയിലിന്റെ കനത്തിരുമ്പ് കവാടങ്ങൾ മേഘയുടെ പുറകിൽ അടഞ്ഞപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടത് വർഷങ്ങളായി താൻ ചുമലിൽ പേറിയിരുന്ന വലിയൊരു കരിങ്കല്ല് താഴെ ഇറക്കി വെച്ചതുപോലുള്ള ഒരാശ്വാസമായിരുന്നു. റയാന്റെ ആ തകർന്ന രൂപം മനസ്സിൽ ചെറിയൊരു നൊമ്പരം ഉണ്ടാക്കിയെങ്കിലും തന്റെ തീരുമാനത്തിൽ അവൾക്കൊട്ടും കുറ്റബോധം തോന്നിയില്ല. ആക്രമണത്തെ പ്രണയമെന്ന് വിളിച്ച് വീണ്ടും ആ ചതുപ്പിലേക്ക് വീഴാൻ അവൾ തയ്യാറായിരുന്നില്ല. ജയിലിന്റെ പുറത്തുള്ള വലിയ വേപ്പുമരത്തിന്റെ തണലിൽ ബൈക്കിന് മുകളിൽ ചാരി ദേവ് നിൽപ്പുണ്ടായിരുന്നു. മേഘയുടെ പുറത്തേക്ക് വരുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് മുന്നോട്ട് നടന്നു വന്നു. അവളുടെ മുഖത്ത് ശാന്തത കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിലെ ആശങ്കകളെല്ലാം ഒഴിഞ്ഞുപോയി. എങ്ങനെയുണ്ടായിരുന്നു മേഘ്ന? മാനസികമായി നീ ഓക്കെ അല്ലേ? ദേവയുടെ കൈകളിൽ പതുക്കെ തൊട്ടുകൊണ്ട് ചോദിച്ചു. ഞാൻ പൂർണ്ണമായും ഓക്കെയാണ് ദേവ്. എൻ്റെ ഉള്ളിലെ ആ പഴയ ഭയം ഞാൻ അവിടെ ആ അഴികൾക്കുള്ളിൽ ഉപേക്ഷിച്ചു. ഇനി എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കണം, നിന്റെ കൂടെ. മേഘനൊരു തെളിഞ്ഞ പുഞ്ചിരിയോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ദേവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം പടർന്നു. അവനവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നമുക്ക് പോകാം, അവൻ ചോദിച്ചു. അവൾ തലയാട്ടി ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്നു. നഗരത്തിലെ ചൂട് കാറ്റിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ മേഘന പതുക്കെ ദേവിന്റെ തോളിലേക്ക് തല ചായച്ചു. ആൺകരത്തിന്റെ പേരിൽ തന്നെ ഭയപ്പെടുത്താത്ത, തന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു പുരുഷന്റെ സാമീപ്യത്തിന്റെ വില അവൾ പൂർണ്ണമായും തിരിച്ചറിയുകയായിരുന്നു. മാസങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നുപോയത്. മേഘയുടെ കഫേ ഇപ്പോൾ നഗരത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഒരിടമായി മാറിക്കഴിഞ്ഞിരുന്നു. കഫേയുടെ കൂടെ ഒരു വശത്ത് അവളുടെ ബോട്ടിക്ക് കൂടെ വളർത്തിയെടുത്തു. ദേവ് സ്വന്തം ജോലിയിലെ തിരക്കുകൾ കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ കഫേയിലെ കാര്യങ്ങളിൽ മേഘനെ സഹായിക്കാൻ എത്തുമായിരുന്നു. അവർക്കിടയിലെ പ്രണയം കൂടുതൽ പക്വതയുള്ളതായി മാറി. ഒരു ഞായറാഴ്ച വൈകുന്നേരം കഫേയിലെ ജീവനക്കാരെല്ലാം പോയതിനു ശേഷം മേഘനയും ദേവും ഒപ്പമിരുന്ന് പുതിയ ഡിസൈനുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കഫേക്കുള്ളിൽ നേർത്ത മഞ്ഞ വെളിച്ചവും പശ്ചാത്തലത്തിൽ ഇമ്പമുള്ളൊരു തമിഴ് മെലഡിയും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. മേഘ്ന, അടുത്ത മാസം പകുതിയോടെ എൻ്റെ അച്ഛനും അമ്മയും ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്നുണ്ട്. അവരോട് ഞാൻ നമ്മളെക്കുറിച്ച് സംസാരിച്ചു. നിന്നെ നേരിട്ട് കാണാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. ദേവ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണുകളെടുത്ത് മേഘനയെ നോക്കി പറഞ്ഞു. മേഘനയുടെ ഹൃദയം ഒരു നിമിഷം മേഘത്തിൽ ഇടിച്ചു. അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ ദേവ്? എൻ്റെ കഴിഞ്ഞ കാല കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞാൽ? അവളുടെ ശബ്ദത്തിൽ നേരൊരാശങ്ക നിഴലിച്ചു. ദേവ് പതുക്കെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. അവൻ അവളുടെ തോളുകളിൽ കൈകൾ വെച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. എൻ്റെ മേഘന കടന്നുപോയ വഴികൾ എനിക്ക് നന്നായി അറിയാം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാഹചര്യങ്ങളോട് പോരാടി ജയിച്ചവളാണ് നീ. എൻ്റെ മാതാപിതാക്കൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടും. നീ അതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട. അവൻ ആർദ്രമായി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ആ നിമിഷം കഫേയുടെ ഗ്ലാസ് ഡോറിന് പുറത്ത് ഒരു കറുത്ത കാർ വന്നു നിർത്തി. കാറിനുള്ളിലിരുന്ന ഒരാൾ കഫേക്കുള്ളിൽ ആ മനോഹരമായ രംഗം അതീവ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കറുത്ത കണ്ണട ധരിച്ച ആ മനുഷ്യന്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി അമർന്നു. തലയിലെ വലിയൊരു മുറിപ്പാട് അയാളുടെ നെറ്റിയിൽ വ്യക്തമായി കാണാമായിരുന്നു. അത് റയാനായിരുന്നു. കോടതിയിൽ നിന്നും സ്വാധീനവും പ്രമുഖ വക്കീൽമാരുടെ ഇടപെടലും കാരണം അവന് ജാമ്യം ലഭിച്ചിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങി അവൻ നേരെ വന്നത് മേഘനയെ കാണാനായിരുന്നു. ജയിൽവാസം അവന്റെ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സിലെ ആ പഴയ ഭ്രാന്ത് പൂർണ്ണമായി മാറിയിരുന്നില്ല. എന്നാൽ ഇത്തവണ അവൻ പഴയതുപോലെ അക്രമസക്തനായി കഫേക്കുള്ളിലേക്ക് ഇരച്ചു കയറിയില്ല. അവൻ ശാന്തനായിരുന്നു. ആ ശാന്തത കൂടുതൽ അപകടം നിറഞ്ഞതായിരുന്നു. ദേവ്, നീ വിചാരിച്ചതുപോലെ അവൾ അത്ര എളുപ്പത്തിൽ നിനക്ക് സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല. റയാൻ പതുക്കെ പിറുപിറുത്തു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇരുട്ടിലേക്ക് മറഞ്ഞു. പിറ്റേന്ന് രാവിലെ മേഘന കഫേ തുറക്കാനായി എത്തിയപ്പോൾ കഫേയുടെ വാതിലിനരികിൽ ഒരു വലിയ പൂച്ചെണ്ട് ഇരിക്കുന്നത് കണ്ടു. ചുവന്ന റോസാപ്പൂക്കൾ നിറഞ്ഞ ആ പൂച്ചെണ്ടിന്റെ നടുവിൽ ഒരു ചെറിയ കവറും ഉണ്ടായിരുന്നു. മേഘന അത്ഭുതത്തോടെ ആ പൂച്ചെന്റെ അടുത്ത് കവർ തുറന്നു നോക്കി. അതിൽ കറുത്ത മഷിയിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പൂക്കൾക്ക് വസന്തം തിരികെ വരാതിരിക്കാൻ കഴിയില്ല മേഘന.
നീ എവിടേക്ക് വിളിച്ചാലും ആരുടെ കൈ പിടിച്ചാലും നീ എൻ്റേത് മാത്രമാണ്. തലയിലെ ഈ മുറിവ് നിന്റെ പ്രണയത്തിൻ്റെ അടയാളമായി ഞാൻ സൂക്ഷിക്കുന്നു. വിത്ത് ലവ്, റയാൻ. അത് വായിച്ചതും മേഘയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. കയ്യിലിരുന്ന പൂച്ചെണ്ട് തറയിലേക്ക് വീണു. റയാൻ പുറത്തിറങ്ങിയെന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. തലേ ദിവസം രാത്രിയിൽ കണ്ട സുരക്ഷിതത്വത്തിൻ്റെ ആകാശം പെട്ടെന്ന് ഇരുണ്ടു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വേഗത്തിൽ ഫോണെടുത്ത് ദേവിനെ വിളിച്ചു. ദേവ് ഓഫീസിലെ ഒരു മീറ്റിംഗിലായിരുന്നു. മേഘയുടെ പരിഭ്രാന്തമായ വിളി വന്നതും അവൻ മീറ്റിംഗ് പാതിവഴിയിൽ നിർത്തി കഫേയിലേക്ക് ഓടിയെത്തി. തറയിൽ ചിതറിക്കിടക്കുന്ന റോസാപ്പൂക്കളും ആ കത്തും കണ്ടപ്പോൾ ദേവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവന് ജാമ്യം കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ല മേഘ്ന. അവൻ്റെ അച്ഛൻ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് അവൻ കാര്യങ്ങൾ ഒതുക്കി തീർത്തതാകും. പക്ഷേ അവനിനി നിന്റെ അരികിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. ദേവ കത്ത് ദേഷ്യത്തോടെ ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിന്നിലേക്ക് എറിഞ്ഞു. എനിക്ക് പേടിയാവുന്നു ദേവ്. അവൻ വീണ്ടും എന്തെങ്കിലും. മേഘനയുടെ കണ്ണുകൾ നിറഞ്ഞു. പേടിക്കരുത് മേഘ്ന. നീ അന്ന് കാണിച്ച ധൈര്യം നിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. നമ്മൾ പോലീസിൽ വിവരം അറിയിക്കും. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് അവൻ്റെ ജാമ്യം റദ്ദാക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാം. ദേവ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നാൽ റയാന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. അവൻ നേരിട്ട് മേഘനയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പകരം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഇല്ലാതാക്കാനാണ് അവൻ തീരുമാനിച്ചത്. അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ദേവ് തന്റെ ബൈക്കിൽ ഫ്ലാറ്റിലേക്ക് മടങ്ങുകയായിരുന്നു. നഗരത്തിന്റെ ഉൾവഴികളിലൂടെ ആളൊഴിഞ്ഞ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുറകിൽ നിന്നും അതിവേഗത്തിൽ ഒരു കാർ വരുന്നത് അവൻ ശ്രദ്ധിച്ചു. ബൈക്കിന്റെ മിററിലൂടെ നോക്കിയപ്പോൾ കറുത്ത വലിയൊരു SUV ഹെഡ്ലൈറ്റുകൾ ഡിം ആൻഡ് ബ്രൈറ്റ് ചെയ്ത് തന്റെ തൊട്ടുപിറകിൽ തന്നെയുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ദേവ് ബൈക്കിന്റെ വേഗത കൂട്ടി. എന്നാൽ പുറകിലെ കാർ അവന്റെ ബൈക്കിന്റെ തൊട്ടരികിലേക്ക് ഇരച്ചു കയറി. ഒരു വളവെത്തിയപ്പോൾ ആ കറുത്ത കാർ ദേവിന്റെ ബൈക്കിന് നേരെ ആഞ്ഞിടിച്ചു. കനത്തൊരു ശബ്ദത്തോടെ ബൈക്ക് റോഡിൽ നിന്നും തെറിച്ച് ദൂരെയുള്ള കോൺക്രീറ്റ് പോസ്റ്റിലേക്ക് ഇടിച്ചു മറിഞ്ഞു. ദേവ് വായുവിൽ ഉയർന്ന് റോഡിന്റെ വശത്ത് അഴുക്ക് ചാലിലേക്ക് കനത്ത ആഘാതത്തോടെ വീണു. ഹെൽമറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് തലയ്ക്ക് വലിയ പരിക്കേറ്റില്ലെങ്കിലും അവന്റെ വലത് കാലിനും കൈകൾക്കും കനത്ത ക്ഷതമേറ്റു. അവൻ വേദനയോടെ അലറി വിളിച്ചു. കാർ പതുക്കെ ബ്രേക്കിട്ട് ദേവ് വീണ് കിടക്കുന്നിടത്തേക്ക് പിന്നോട്ടെടുത്തു വന്നു. കാറിന്റെ ഗ്ലാസ് പതുക്കെ താഴേക്ക് നീങ്ങി. അതിനുള്ളിൽ നിന്നും സിഗരറ്റ് പുകച്ചുകൊണ്ട് റയാൻ പുറത്തേക്ക് നോക്കി. അവന്റെ മുഖത്ത് ആ പഴയ ക്രൂരമായ ഭ്രാന്തൻ ചിരിയുണ്ടായിരുന്നു. എന്റെ പെണ്ണിന്റെ കയ്യെ പിടിക്കാൻ നോക്കിയാൽ ഇതാണ് അവസ്ഥ ദേവ്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. അടുത്ത തവണ നീ ജീവനോടെ ഉണ്ടാവില്ല, റയാൻ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ കാറിന്റെ ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടി അവിടെ നിന്നും പാഞ്ഞുപോയി. ദേവ് ചോരൊലിപ്പിച്ചുകൊണ്ട് റോഡിൽ അബോധാവസ്ഥയിലായി വീണു. വിജനമായ റൂട്ടിൽ അവനെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നഗരത്തിലെ പ്രമുഖ ജനറൽ ഹോസ്പിറ്റലിന്റെ തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിലെ ഇടനാഴിയിൽ മേഘന തനിച്ചായിരുന്നു. മുകളിലെ വെളുത്ത ട്യൂബ്ലൈറ്റുകൾക്ക് പോലും കടുത്ത ശൂന്യതയുടെ വെളിച്ചമായിരുന്നു. അവളുടെ കൈകളും വസ്ത്രങ്ങളും ദേവിന്റെ ചോര കൊണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. വഴിപ്പോക്കരായ ചില നല്ല മനുഷ്യരാണ് അബോധാവസ്ഥയിലായ ദേവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവളെ വിവരം അറിയിച്ചതും. ICUവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും മേഘ്ന വേഗത്തിൽ അങ്ങോട്ട് നടന്നു. ഡോക്ടർ, ദേവിന് എങ്ങനെയുണ്ട്? ബോധം വന്നോ? അവളുടെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. പേഷ്യന്റിന്റെ നില ഇപ്പോൾ സ്റ്റേബിൾ ആണ് മേഘ്ന. ഭാഗ്യത്തിന് തലയ്ക്ക് വലിയ പരിക്കുകളില്ല. പക്ഷേ വലത് കാലിലെ എല്ലുകൾ പല കഷ്ണങ്ങളായി ഒടിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അടിയന്ത്രിതമായി ഒരു സർജറി ചെയ്ത് റോഡിട്ടിട്ടുണ്ട്. കുറച്ച് മാസങ്ങളോളം കടുത്ത ബെഡ് റെസ്റ്റ് വേണ്ടിവരും. പതുക്കെ പഴയതുപോലെ നടക്കാൻ കഴിയും, ഡോക്ടർ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ പോയതിനു ശേഷം മേഘ്ന പതുക്കെ ICUവിന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കി. കൈകാലുകളിൽ ബാൻഡേജുകളും മുഖത്ത് ഓക്സിജൻ മാസ്കുമായി കിടക്കുന്ന ദേവിനെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. താൻ കാരണമാണ് നിഷ്കളങ്കനായ അവൻ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. റയാന്റെ ആ കത്ത് ഓർമ്മ വന്നപ്പോൾ അവളുടെ ഉള്ളിൽ ഭയമല്ല, പകരം കനത്തൊരു കോപമാണ് ഇരച്ചു കയറിയത്.
റയാൻ ഒരു മൃഗമാണ്. അവനെ വെറുതെ വിട്ടാൽ അവൻ ദേവിനെ ഇല്ലാതാക്കും. പിറ്റേന്ന് രാവിലെ ദേവിനെ സാധാരണ മുറിയിലേക്ക് മാറ്റി. അവൻ പതുക്കെ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് കണ്ണീരോടെ ഇരിക്കുന്ന മേഘ്നയാണ്. അവൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് പതുക്കെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മേഘ്ന, കരയല്ലടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ദേവ് വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദേവ്, അതവനായിരുന്നില്ലേ? റയാൻ, അവൻ തന്നെയല്ലേ ഇത് ചെയ്തത്? മേഘ്ന അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ദേവ് പതുക്കെ തലയാട്ടി. അവൻ തന്നെയായിരുന്നു മേഘ്ന. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അവൻ എന്നെ നോക്കി ഭീഷണിപ്പെടുത്തിയാണ് പോയത്. അവൻ പൂർണ്ണമായും ഒരു സൈക്കോ പോലെയാണ് പെരുമാറുന്നത്. നീ അവനിൽ നിന്നും ദൂരേക്ക് പോകണം മേഘ്ന. അവൻ നിന്നെയും എന്തെങ്കിലും ചെയ്യും. ദേവിന്റെ കണ്ണുകളിൽ മേഘനെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു. ഇല്ല ദേവ്, ഇനി ഞാൻ ഒളിച്ചോടില്ല. ഇത്രയും കാലം ഞാൻ അവനെ പേടിച്ച് മാറി നിൽക്കാൻ നോക്കി. അതിൻ്റെ ഫലമാണ് നീ ഈ ബെഡിൽ കിടക്കുന്നത്. എൻ്റെ അമ്മ അനുഭവിച്ചതുപോലെ ഒതുങ്ങി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. അവനെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. മേഘയുടെ വാക്കുകളിൽ കടുത്തൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന് പകരം പ്രതികാരത്തിൻ്റെ അഗ്നി തിളങ്ങി. അവൾ ദേവിൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അവൾ നേരെ പോയത് സിറ്റി പോലീസ് ഓഫ് കമ്മീഷണറുടെ ഓഫീസിലേക്കായിരുന്നു. ഇത്തവണ അവൾ ഒറ്റയ്ക്കായിരുന്നു. റയാൻ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിൻ്റെയും ദേവിനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെയും എല്ലാ തെളിവുകളും, റയാൻ അയച്ച കത്തും ദേവ് പറഞ്ഞ കാറിൻ്റെ വിവരങ്ങളും അവൾ കമ്മീഷണർക്ക് മുന്നിൽ വെച്ചു. സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത കമ്മീഷണർ റയാനെ ഉടനടി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അതേസമയം നഗരത്തിലുള്ള തൻ്റെ വലിയ ആഡംബര വില്ലയിൽ റയാൻ തികച്ചും ശാന്തനായിരിക്കുകയായിരുന്നു. ഒരു കൈയിൽ വൈൻ ഗ്ലാസും മറുകൈയിൽ മേഘനയുടെ ഒരു പഴയ ചിത്രവുമായി അവൻ സോഫയിലേക്ക് ചാരിയിരുന്നു. തലയിൽ ആ വലിയ മുറിപ്പാട് അവന് കൂടുതൽ വന്യമായൊരു ഭാവം നൽകിയിരുന്നു. പെട്ടെന്നാണ് വില്ലയുടെ മുൻവാതിൽ തള്ളി തുറന്ന് പോലീസ് സംഘം അകത്തേക്ക് കയറിയത്. ഡോക്ടർ റയാൻ, അറ്റൻഷൻ. മിസ്റ്റർ ദേവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ വീണ്ടും അറസ്റ്റിലാണ്. വാറണ്ടുണ്ട്, ഒപ്പം വരിക, സർക്കിൾ ഇൻസ്പെക്ടർ ഗൗരവത്തിൽ പറഞ്ഞു. റയാൻ ഒട്ടും പരിഭ്രമിച്ചില്ല. അവൻ പതുക്കെ എഴുന്നേറ്റ് വൈൻ ഗ്ലാസ് ടേബിളിൽ വെച്ചു. അവന്റെ ചുണ്ടുകളിൽ ഒരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. ഇന്നലെ രാത്രി ഞാൻ ഈ വില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുള്ള CCTV ദൃശ്യങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ എൻ്റെ ആ കറുത്ത കാറ്, അത് 2 ദിവസമായി മെക്കാനിക് ഷെഡിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. വെറുതെ തെളിവുകളില്ലാതെ ഒരു പ്രമുഖ ഡോക്ടറെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. റയാൻ വളരെ ശാന്തമായി പറഞ്ഞു. റയാൻ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ നിയമത്തിൻ്റെ എല്ലാ വഴികളും മുൻകൂട്ടി കണ്ട് കൃത്യമായ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയാണ് ദേവിനെ ആക്രമിച്ചത്. പോലീസുകാർക്ക് അവനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. തെളിവുകളുടെ അഭാവത്തിൽ അവർക്ക് തിരികെ പോകേണ്ടി വന്നു. പോലീസുകാർ പോയതിനു ശേഷം റയാൻ തന്റെ ഫോൺ എടുത്ത് മേഘനയുടെ നമ്പറിലേക്ക് വിളിച്ചു. മേഘന ഹോസ്പിറ്റൽ കോറിഡോറിൽ നിൽക്കുമ്പോഴാണ് ആ വിളി വന്നത്. അവൾ ദേഷ്യത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താടോ നിനക്ക് വേണ്ടത്? മേഘന ഉറക്കെ ചോദിച്ചു. ആഹാ, എന്റെ നിർദ്ദേശത്തിലാണോ? റയാൻ ആ തണുത്ത ഭ്രാന്തൻ ശബ്ദം ഫോണിലൂടെ കേട്ടു. നീ വിചാരിച്ചാൽ എന്നെ ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല മേഘന. നിയമം എപ്പോഴും പണമുള്ളവന്റെ കൂടെയാണ്. ദേവിന്റെ അവസ്ഥ കണ്ടല്ലോ അല്ലേ? അവനിനി ആ കാല് വെച്ച് നടക്കാൻ നല്ല സമയമെടുക്കും. നീ എൻ്റെ അടുത്തേക്ക് തിരികെ വരുന്നത് വരെ അവന് മാത്രമല്ല നിന്റെ കഫേക്കും നിനക്കും സമാധാനം ഉണ്ടാവില്ല. ഇന്ന് രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. ഇത്തവണ നീയായിട്ട് വാതിൽ തുറന്നു തരണം. കാത്തിരിക്കുന്നു. റയാൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ചതിന് ശേഷം മേഘന ഒരു നിമിഷം ആലോചിച്ചു. റയാനെ നിയമം കൊണ്ട് തളയ്ക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവനെ നേരിടാൻ അവൻ കളിക്കുന്ന അതേ ഡാർക്ക് ഗെയിം തന്നെ കളിക്കണം. അവൾ പതുക്കെ ദേവിന്റെ മുറിയിലേക്ക് ചെന്നു. ദേവ് മരുന്നിന്റെ മയക്കത്തിലായിരുന്നു. അവൾ അവന്റെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. സോറി ദേവ്, എനിക്കിത് ചെയ്തേ തീരൂ, നമ്മുടെ സമാധാനത്തിന് വേണ്ടി. അവൾ പതുക്കെ അവിടെ നിന്നും ഇറങ്ങി. അവൾ നേരെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ചെന്നു.
ഹാൾ മുഴുവൻ കനത്തിരുട്ടായിരുന്നു. അവൾ ലൈറ്റുകളൊന്നും ഓൺ ചെയ്തില്ല. പകരം കിച്ചണിൽ നിന്നും മൂർച്ചയുള്ള ഒരു കത്തിയെടുത്ത് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് അവൾ സോഫയിലിരുന്ന് റയാനായി കാത്തിരുന്നു. കൃത്യം രാത്രി 12 മണിയായപ്പോൾ ഫ്ലാറ്റിൻ്റെ ഡോർബെൽ പതുക്കെ മുഴങ്ങി. മേഘന പതുക്കെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് കറുത്ത ഷർട്ടും ജീൻസും അണിഞ്ഞ് കയ്യിലൊരു ചുവന്ന റോസാപ്പൂവുമായി റയാൻ നിൽപ്പുണ്ടായിരുന്നു. അവൾ വാതിൽ തുറന്നത് കണ്ട് അവൻ്റെ കണ്ണുകളിൽ അത്ഭുതവും വലിയൊരു സന്തോഷവും നിറഞ്ഞു. നീ മാറിപ്പോയി മേഘന. നീ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ അകത്തേക്ക് കയറി വാതിൽ പതുക്കെ ലോക്ക് ചെയ്തു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന ആ പുരുഷഗന്ധം ഒരു നിമിഷം അവളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. റയാൻ അവളുടെ മുഖം തൻ്റെ കൈകൾക്കുള്ളിലാക്കി. അവളെ ചുംബിക്കാനായി അവൻ പതുക്കെ അടുത്തു. മേഘന പുറകോട്ട് മാറിയില്ല. അവൾ അവനെ പതുക്കെ കെട്ടിപ്പിടിച്ചു. റയാൻ പൂർണ്ണമായും അവളുടെ ആ സ്നേഹത്തിൽ വീണുപോയി. അവൻ അവളുടെ ശരീരത്തിലേക്ക് കൂടുതൽ അമർന്നു. അവൻ തൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റി. കൃത്യം അതേ നിമിഷത്തിൽ റയാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മേഘന തൻ്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ആ മൂർച്ചയുള്ള കത്തി പുറത്തെടുത്തു. അവളത് റയാന്റെ വയറിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി. കനത്തൊരു നെടുവീർപ്പൂടെ റയാൻ സ്തംഭിച്ചു നിന്നു. അവൻ്റെ കയ്യിലിരുന്ന റോസാപ്പൂ നിലത്തേക്ക് വീണു. അവൻ അത്ഭുതത്തോടെ മേഘയുടെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, ഒരു വേട്ടക്കാരിയുടെ ക്രൂരതയായിരുന്നു. മേഘ്ന, അവൻ പതറിയ ശബ്ദത്തിൽ വിളിച്ചു. അവൻ്റെ വയറ്റിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി അവളുടെ കൈകളെ നനച്ചു. റയാന്റെ ആ അമിതാധികാര പ്രണയത്തിൻ്റെ അന്ത്യം അവിടെ കുറിക്കപ്പെടുകയായിരുന്നു. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 6ാമത്തെ പാർട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാതെ ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള സ്റ്റോറീസ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.